ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നോട്ട് കോയിൻ ലോകത്തുള്ള അത്യാവശ്യം ലീഡിങ് എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ലിസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1 ബില്യൺ 1.5 ബില്യൺ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടെലഗ്രാം ത്രൂ നിങ്ങൾക്ക് മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന കുറേ അധികം നല്ല പ്രൊജക്റ്റുകളാണ്. കുറേ പ്രൊജക്റ്റുകളൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. മറ്റ് ചില പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് $1-2 മുടക്കേണ്ടതായിട്ട് വരും. നോട്ട് കോയിൻ വന്നതോടുകൂടി തന്നെ നമ്മുടെ ഈ ഒരു ടെലഗ്രാം ത്രൂ മൈൻ ചെയ്ത് വരുന്ന ക്രിപ്റ്റോസിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഹൈപ്പ് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്ര കോയിൻസ് ഏൺ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യുക. റീസെൻ്റ്ലി ഇട്ട വീഡിയോസിനൊക്കെ ലൈക്കും കാര്യങ്ങളും കമൻറ്റൊക്കെ വളരെ വളരെ ശോകമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം. അപ്പം സമയം വൈകിക്കാതെ നമുക്ക് ഇതിനകത്തുള്ള ഓരോരോ പ്രൊജക്റ്റുകൾ എടുത്ത് പരിചയപ്പെടാം. ഞാൻ ഏകദേശം എൻ്റെ ടോപ്പ് പിക്സ് ആയിട്ടുള്ള 4 പ്രൊജക്റ്റുകളാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് സമയം വൈകിക്കാതെ നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് വാലറ്റിൻ്റെ മൈനിങ് ആണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മാസങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളതായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒട്ടനവധി ആളുകൾ ഫസ്റ്റൊക്കെ നല്ല രീതിയിൽ മൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പല ആളുകളും ഇപ്പോൾ മൈൻ ചെയ്യുന്നില്ല എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഹോട്ട് കോയിൻ എന്ന് പറയുന്നത് നോട്ട് കോയിൻ എത്രത്തോളം ഹൈപ്പ് കിട്ടിയോ അതേ രീതിയിലേക്ക് ഹൈപ്പ് വരാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ്. കാരണം നോട്ട് കോയിന് വളരെ വലിയൊരു ഹൈപ്പ് വന്നത് അതിനെ ടോൺ എക്കോസിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നതും കൊണ്ടാണ്. സെയിം ആണ് ഇവിടെ നമ്മുടെ ഹോട്ട് കോയിനും. ഹോട്ട് കോയിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയർ ബ്ലോക്ക് ചെയിൻ ആണ്. നിയർ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഏകദേശം ഒരു 8 ബില്യണോളം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു അടിപൊളി പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഹോട്ട് കോയിൻ്റെ മൈനിങ് മിസ്സാക്കരുത്. ഇതും നമ്മൾ ടെലഗ്രാം ബോട്ട് യൂസ് ചെയ്തിട്ടാണ് മൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹോട്ട് കോയിൻ മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. തീർച്ചയായിട്ടും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു ഹോട്ട് കോയിൻ എന്ന് പറയുന്നത്. ഇവരുടെ ലോഞ്ച് പാഡിലൊക്കെ ഒട്ടനവധി പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രൊജക്റ്റുകളൊക്കെ വളരെയധികം റിട്ടേൺസ് ആണ് തന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഹോട്ട് കോയിൻ മൈൻ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് മൈൻ ചെയ്യുന്നത് ഒന്ന് കൺസിഡർ ചെയ്യാം. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വേവ് വാലറ്റിൻ്റെ വേവ് കോയിൻ്റെ മൈനിങ് ആണ്. ഈ ഒരു പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുയി ആണ്. നമുക്കറിയാം സുയി എന്ന് പറയുന്നത് ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റ് ആണ്. ഇവരുടെ ട്വിറ്റർ പേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏകദേശം 120K അടുപ്പിച്ച് ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരെ സുയി നെറ്റ്വർക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ നിയർ പ്രോട്ടോക്കോളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സുയി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഏകദേശം കറൻ്റ്ലി ഒരു 48ാമത്തെ റാങ്കിങ്ങിൽ വരുന്ന പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം $2.5 ബില്യൺ അടുപ്പിച്ച് മാർക്കറ്റ് ക്യാപ്പ് വരുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ടെലഗ്രാമിൽ കൂടെ ഇവരുടെ ഈ കോയിൻസ് മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആകുന്നത്. അതിൽ ലോഗിൻ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. സോ നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അവിടെ നമ്മുടെ സുയിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ വാലറ്റിൻ്റെ സീഡ് ഫേസും കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ സീഡ് ഫേസ് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി സൂക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ വേവ് വാലറ്റിൻ്റെ ഉള്ളിലേക്കായിരിക്കും പോകാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമുക്ക് ഒരു വേവ് കോയിൻ ഓൾറെഡി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് ക്ലെയിം നൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ ആ ഒരു ക്ലെയിമിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നു. അതിനുശേഷം ക്ലെയിം നൗ എന്നുള്ളത് കൊടുക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലെയിമിങ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ $1-2 വർത്തായിട്ടുള്ള സുയി നിങ്ങളുടെ വാലറ്റിലേക്ക് കൊണ്ടുവരിക. നമ്മൾ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സെയിം ഡെപ്പോസിറ്റ് അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് $1-2 വർത്തായിട്ടുള്ള സുയി നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഏകദേശം 2 മണിക്കൂർ കൂടുമ്പോഴാണ് ഇവിടെ ക്ലെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വേവ് കോയിൻസ് കിട്ടുന്നതിനനുസരിച്ച് ഇവിടെ നമ്മുടെ ലെവലും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും.
സോ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. $1-2 വർത്തായിട്ടുള്ള സുയി നിങ്ങൾ ഈ ഒരു വാലറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ മെയിൻ ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ നമ്മുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കാണാനായിട്ട് പറ്റും. ആ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ്സിലേക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് സുയി നെറ്റ്വർക്കിൽ വിഡ്രോ ചെയ്താലും മതിയാകും. സോ ആ ഒരു സുയി ഉപയോഗിച്ച് നമുക്ക് ബാക്കി ഈ ഒരു ടോക്കണിൻ്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. വളരെ കുറച്ച് ടോക്കൺസ് മാത്രമേ ഇപ്പം നമുക്കിങ്ങനെ മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ലിസ്റ്റിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് വരുവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം നമുക്കിനി അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകാം. അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീമിഫൈ എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇത് കുറേയധികം നാളുകൾക്ക് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോട്ട് കോയിൻ എങ്ങനെ മൈൻ ചെയ്തോ സെയിം ആണ്. ഇവരുടെ ബോട്ട് തുറക്കാതിന് ശേഷം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ മീമിഫൈ കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെയർ 2 ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള ലിനിയ പല സ്ഥലത്തും മീമിഫൈ കോയിനെ സപ്പോർട്ട് ചെയ്തതും കൊണ്ട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ക്വസ്റ്റുകളിലും കാര്യങ്ങളിലും ഒക്കെ ഓൾറെഡി മീമിഫൈ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് തരുവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നോട്ട് കോയിൻ എങ്ങനെയാണോ ചെയ്തത് സെയിം ഇതിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു മീമിഫൈയിലും ടാപ്പ് ചെയ്തുകൊണ്ട് കോയിൻസൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ അതിനെക്കുറിച്ചും നമ്മൾ വളരെ വലിയ രീതിയിലേക്ക് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിലും ചെറിയ രീതിയിൽ ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്കും ഈ ഒരു മൈനിങ് ആപ്പ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ പ്രൊജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതും നിങ്ങളിൽ പലരും ഓൾറെഡി കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള പ്രൊജക്റ്റാണ്. നമ്മുടെ 4ാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലഗ്രാം മൈനിങ് ആപ്ലിക്കേഷനാണ്. ഇതും നമ്മൾ സെയിം ടെലഗ്രാമിൽ ഇവരുടെ ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളതിൽ ടാപ്പ് ചെയ്യുക. നോട്ട് കോയിൻ എങ്ങനെയാണ് ചെയ്തത് സെയിം തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഇത് കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ട്. നമുക്കിഷ്ടമുള്ളൊരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഒക്കെ നമുക്കിതിൽ അസൈൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ ടോക്കൺസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെയധികം മറ്റ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് പെർ അവറും കൂട്ടാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ മൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടോക്കൺ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ നിങ്ങളുടെ ബാലൻസ് ഉപയോഗിച്ച് നിങ്ങളെ കൊണ്ട് എത്രത്തോളം അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നോ അതൊക്കെ അൺലോക്ക് ചെയ്യുക. മാർക്കറ്റ്സ്, PR ആൻഡ് ടീം, അതുപോലെ തന്നെ ലീഗൽ, സോഷ്യൽസ് എന്നൊക്കെ പറഞ്ഞ ഇഷ്ടമാതിരി സ്ഥലങ്ങളിൽ കുറേ അധികം ടാസ്കുകൾ അൺലോക്ക് ചെയ്യാനായിട്ടുണ്ടാവും. കൂടുതൽ അൺലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വേഗതയിൽ ഇവരുടെ കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും 5000 പോയിൻറ്റ്സ് കിട്ടും, എനിക്കും 5000 പോയിൻറ്റ്സ് കിട്ടും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുമ്പോഴും സെയിം തന്നെയാണ്. നിങ്ങൾക്കും 5000 കിട്ടും, നിങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്ന ഫ്രണ്ടിനും 5000 കിട്ടും. ബാക്കി ഏണിങ്ങും കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. നോട്ട് കോയിനിൽ എങ്ങനെ ടാപ്പ് ചെയ്തും കൊണ്ട് ഏൺ ചെയ്തോ സെയിം തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ടെലഗ്രാം ത്രൂ നിങ്ങൾക്ക് മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന കുറച്ച് അടിപൊളി പ്രൊജക്റ്റുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ ടൈമൊക്കെ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ധാരാളം കോയിൻസ് ഒക്കെ ഏൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.